ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി 2-3 ദിവസം മുന്നേ ഇപ്പോൾ കണ്ട പടമാണ്. ഞാനിപ്പോഴാണ് അതിൻ്റെ റിവ്യൂ ഇടുന്നത്. ഒരാഴ്ച മുന്നേ ഇറങ്ങിയ പടമാണ്. ഞാനിപ്പോൾ കുറേ അലമ്പ് പടങ്ങൾ മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു താല്പര്യം ഇല്ല. എനിക്ക് ഒന്നാമത് കുറച്ച് നല്ല എന്നിട്ട് പറയുക രസമുള്ള പടങ്ങൾ കാണാനേ താല്പര്യമുള്ളൂ. ഈ പോലീസ് വേഷങ്ങൾ ഉള്ള പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള സീരിയൽ കില്ലിങ് ത്രില്ലറുകൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ പടം നല്ല റിവ്യൂ കണ്ടതിന് ശേഷമാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് ജിത്തു അഷ്റഫൻ ആണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ് ഈ സംരംഭം. നന്നായിട്ടുണ്ട്, സിനിമ നന്നായിട്ടുണ്ട്, സംവിധായകൻ നന്നായിട്ടുണ്ട്. പിന്നെ രചന എന്ന് പറയുന്നത് ഷാഫി കബീർ എന്ന് പറയുന്ന ആൾ, നിങ്ങൾക്ക് അത് പരിചയമാവാനായിട്ട്, അദ്ദേഹം ഒരു ലൈഫിൽ ഒരു സിവിൽ പോലീസ് ഓഫീസറാണ്, റിട്ടയർ ചെയ്തിട്ടാണ്. നമ്മളുടെ ഇരട്ട സിനിമയിൽ ഒരു ക്രിസ്ത്യൻ ഇത് എന്താ പറയുക അല്ലേലൂയൊക്കെ പാടുന്ന ഒരാളുണ്ടായിരുന്നില്ലേ, അങ്ങനെ അഭിനയിച്ച ഒരു ഇതുണ്ട്, ജോർജ് ജോർജ് കഴുത്തി പിടിച്ചൊക്കെ കൊണ്ടുപോകുന്നത്, ആ വേഷമുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നായാട്ട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു സിവിൽ പോലീസ് അല്ല സോറി എസ് ഐ റാങ്കിൽ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ലീവൊന്നും തരില്ല എന്ന് പറഞ്ഞ് കുഞ്ചാക്കോനോട് ചൂടാവുന്നത് ഇയാളാണ് ഈ ലവീഴ പൂഞ്ചീറ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ കൂടി. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡി ഒ പി എടുത്തിരിക്കുന്നത്, എനിക്ക് ആ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അത് ചെയ്തേക്കുന്ന ആള് മറ്റേ പുതിയ നിയമം, ഗ്രേറ്റ് ഫാദർ, ക്യാപ്റ്റൻ, ലവ് ആൻഡ് ആക്ഷൻ ഡ്രാമ, വെള്ളം, ഈശോ എന്നാണ്. എന്തായാലും കണ്ണൂർ സ്ക്വാഡിൻ്റെ സംവിധായകനാണ് ഈ പറയുന്ന ആള് ഈ DOP ചെയ്തേക്കുന്നത്. പേര് എനിക്ക് തന്നില്ല. നെക്സ്റ്റ് എഡിറ്റർ ചമൻ ചാക്കോ, നന്നായിട്ട് ചെയ്തിരിക്കുന്ന ആളാണ്. ചമൻ ചാക്കോ 2018 കളമുറ, ഹലോ മമ്മി, പിന്നെ സൂക്ഷ്മദർശിനി, ഐഡൻറ്റിറ്റി, ബ്രോമാൻസ്, അങ്ങനെ പറയുന്ന കുറേ സിനിമകളിൽ അയാളാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിൽ ഒരു കാര്യം പറയാനുള്ളതാണ്, ചമൻ ചാക്കോ എന്ന് പറയുന്ന എഡിറ്റർ നല്ല എഡിറ്ററാണ്. ചില കാര്യങ്ങൾ നമ്മൾക്ക് എന്താ പറയുക വിഷ്വലൈസ് ചെയ്തെടുക്കാം, നമുക്ക് തന്നെ ഊഹിച്ചെടുക്കാം. അതായത് ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ മൺവെട്ടിയായിട്ട് ഇറങ്ങി വരുന്ന ഇതാകുമ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലാവും ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത്. അങ്ങനെ ഇതിൽ ഒരു പോർഷൻ തന്നെ ഒരു ബസ്സിൽ, ടൂറിസ്റ്റ് ബസ്സിൽ ഒരു പോർഷൻ തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് എഡിറ്റിങ്ങിലൊന്ന് കുറയ്ക്കായിരുന്നു. അല്ലെങ്കിൽ തന്നെ പടം 2 മണിക്കൂർ അത്ര ഡ്യൂറേഷനുള്ളൂ. അതുകൊണ്ട് ഇത്. നെക്സ്റ്റ് മ്യൂസിക് ജേക്സ് ബിജോയിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കിങ് ഓഫ് കൊത്ത, ഐഡൻറ്റിറ്റി, കടുവ, രണം, കൽക്കി, അയ്യപ്പനും കോശിയും, ആൻ്റണി, പൊറിഞ്ചു മറിയം ജോസ്, ഇരട്ട, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ജേക്സ് ബിജോയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്കോറായിരുന്നു ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള പറയാനുള്ളത്. പടം നല്ലതാണ്. ഇനി ഞാൻ ഇതിൻ്റെ 2-3 നെഗറ്റീവുകൾ മാത്രമാണ് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത്, ഈ SI റാങ്കിലുള്ള ആൾക്ക് വരെ തോക്കുണ്ട്, CIക്ക് തോക്കില്ലേ? അതൊന്ന്, ഒരു അന്വേഷണ സംഘത്തെ ഒരു സ്ഥലത്തേക്ക് അയക്കുമ്പോൾ അവരാർക്കും തോക്കില്ല, ഒരാൾക്കും തോക്കില്ല. അതൊന്ന്. നെക്സ്റ്റ് ഇതിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ആനന്ദത്തിലൊക്കെ ഉള്ള പയ്യനായിട്ട് വന്നേക്കുന്നതാണ്. ആനന്ദത്തിൽ എന്ന് പറയുന്ന സിനിമയിൽ, പിന്നെ ക്യൂൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഇയാളുണ്ട്. ഫൂട്ടേജ് എന്ന് പറയുന്ന മഞ്ജു വാര്യർ നായകമായിട്ടുള്ള +18 മൂവിയിൽ ഇയാളുണ്ട്. ഇയാളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ നന്നായിട്ടുണ്ട്. പക്ഷെ ഇയാൾ പോരാ, ഈ പയ്യൻ പോരാ ഇതിലേക്കുള്ളത്. നെക്സ്റ്റ് അതൊന്ന് ഒരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത് എൻ്റെ അഭിപ്രായം, ഇതിൽ ആൻറ്റി ഹീറോയിൻ, മലയാളത്തിൽ പറഞ്ഞ വില്ലെത്തി നമ്മളുടെ കുഞ്ചാക്കോ ബോബനെ തല്ലണ സീനിലും അടിയിലെഴുതി കാണിക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ശിക്ഷാർഹമാണെന്ന് പറയുന്നത്. അതായത് പെണ്ണൊരു ആണിനെ തല്ലുമ്പോൾ എഴുതി കാണിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ളത്. ഇതിൽ വളരെയധികം ലഹരി ഉപയോഗിക്കുന്ന പല സീനുകളുണ്ട്. ഇതിൻ്റെ എഡിറ്റിങ്ങിലാണ്. ഇല്ലെങ്കിൽ ഇതൊരു +18 മൂവിയിലേക്ക് പോകേണ്ടതായിരുന്നു. ഒരു ഭാഗ്യത്തിന് 16+ മൂവിയിലേക്ക് 16 മൂവിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുകൂടാതെ നെക്സ്റ്റ് പറയുന്നത് കുഞ്ചാക്കോ ബോബൻ്റെ റോള് തുടക്കം തന്നെ നല്ല ഞെരിപ്പ് പോലീസായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല രസമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അയാളുടെ പാസ്റ്റിലുള്ള ലൈഫിലുള്ള കാര്യങ്ങൾ ഒരു മാലമോഷണമായിട്ട് സംബന്ധിച്ചിട്ടാണ് കഥ ഇങ്ങനെ വികസിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പടം എൻജോയ് ചെയ്തു. നെക്സ്റ്റ് ഇനി ഞാൻ ഇത് കാണാൻ പോയി തിയേറ്ററെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഈ പറയുന്ന തിയേറ്ററിൽ ആൾക്കാർ ഒരു 10 പേരുണ്ടായിരുന്നുള്ളൂ.
ആ സമയത്ത് ഇതിൻ്റെ ഒന്നാമത് 7.1 ഞാൻ ഈ പടം കണ്ടത്, അറ്റ്മോസിലല്ല. അപ്പോൾ സ്പീക്കറുകൾ ഓൺ ചെയ്താലാണ് ഇതിലെ ഏറ്റവും മൈന്യൂട്ട് സൗണ്ടുകൾ കേൾക്കുള്ളൂ. അതുകൊണ്ട് പല മൈന്യൂട്ട് സൗണ്ടുകൾ കേൾക്കാൻ സാധിക്കുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവർ AC ഓൺ ചെയ്തില്ല, ACയിലെ മറ്റേ ഫാൻ മാത്രം ഓൺ ചെയ്തിരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനാണ് തിയേറ്റർ ഉടമയെങ്കിലും ഇത് തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മളുടെ എന്നിട്ട് പറയുക, നമ്മളുടെ ഒരു ഉപഭോക്താവെന്ന് പറയുന്നത് നമ്മൾ 120 ടിക്കറ്റൊക്കെ കൊടുത്ത് വാങ്ങുമ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ തിയേറ്റർ ഒരിക്കലും കുറ്റം പറയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട തിയേറ്റർ കൂടിയാണ്, നല്ല തിയേറ്ററും കൂടിയാണ്. ഇതാണ് ഒന്ന്. നെക്സ്റ്റ്, ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സീൻ എന്ന് പറയുന്നത്, ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളുടെ ഇത് നല്ല ക്വാളിറ്റി, ഇതിൻ്റെ ക്വാളിറ്റി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങണ MDM എന്ന് പറയുന്നത് ഒരു ഗ്രാമിന് 3000 രൂപ, നല്ല ക്വാളിറ്റി ഉള്ളതിന് 4000, 5000 അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഈ 3000 രൂപയുടെ മോശം ക്വാളിറ്റി വലിക്കുന്ന ആൾക്കാർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിൻ്റെ സ്മെല്ല് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ക്ലൈമാക്സ് സീനിൽ ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ സ്മെല്ല്, ഇത് സ്ഥിരം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ സ്മെല്ല് 4 പേർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഇതിൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇന്നത്തെ നിയമം അനുസരിച്ചിട്ട്, ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 1 ഗ്രാം ഒരു ഗ്രാം കയ്യിൽ പിടിച്ചാലാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ അറിവിലുള്ളത്, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മളുടെ ഈ പറയുന്ന 1 ഗ്രാം വരുമ്പോൾ 2-3 പേരാണ് പിടിച്ചതെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ 1 ഗ്രാമിനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ പറയുന്ന 300 അത്രയധികം ആകുമ്പോൾ അവർക്ക് എന്നിട്ട് പറയുക, ഇവർക്ക് ജാമ്യം കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ ഭരണ സംവിധാനം തന്നെ ഇതിനൊരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ തള്ളിപ്പറഞ്ഞു വിടുന്നുണ്ട്. ഇവരെയൊക്കെ ഈ ഭരണ സംവിധാനത്തിൻ്റെ പോരായ്മ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടാനുള്ള കാരണം. അപ്പോൾ ഞാൻ എന്തായാലും റിയൽ ലൈഫിലേക്ക് കിടക്കുന്നില്ല. ലഹരി ഉപയോഗം എന്നൊക്കെ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ സിനിമയാണ്, സിനിമയുടെ ആ റേഞ്ചിൽ കാണണം, ഞാൻ ആ റേഞ്ചിൽ കാണും. എന്തുകൊണ്ടും എനിക്ക് വളരെ സാറ്റിസ്ഫൈ ആയി, വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് പോലീസ് ഓൺ ഡ്യൂട്ടി. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇതൊരു ഫാമിലി സിനിമയാണ്, നിങ്ങൾ കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഓക്കെ, താങ്ക് യു, നമസ്കാരം.